മാർച്ച് 30 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: മിസ്റ്റർ ജോൺ ക്ലിമാക്കസ്, മിസ്റ്റർ ക്ലിനിയൂസ്, മിസ്റ്റർ ഡൊമിനിസ്, മിസ്റ്റർ ഫെർഗുസ്, മിസ്റ്റർ മാമർത്തിനൂസ്, മിസ്റ്റർ പാസ്തോർ, മിസ്റ്റർ പാറ്റോ. മിസ്റ്റർ ജോൺ ക്ലിമാക്കസ് 525-605 കാലഘട്ടത്തിലാണ് മിസ്റ്റർ ജോൺ ക്ലിമാക്കസ് ജീവിച്ചിരുന്നത്. ക്ലൈമാക്സ് അഥവാ പരിപൂർണതയിലേക്കുള്ള ഗോവണി എന്ന വിശിഷ്ട ഗ്രന്ഥത്തിന്റെ കർത്താവെന്ന നിലയിലാണ് ക്ലിമാക്കസ് എന്ന നാമധേയം ജോണിനോട് ചേർന്നത്. ഇദ്ദേഹം 524 പലസ്തീനയിൽ ജനിച്ചു. സമർത്ഥനായ ജോൺ 16-ാമത്തെ വയസ്സിൽ ലൗകിക ആർഭാടങ്ങൾ ഉപേക്ഷിച്ചു. സന്യാസം വരിച്ചുവെന്ന് മാത്രമല്ല, 22-ാമത്തെ വയസ്സിൽ സീനാമലയിൽ തപോജീവിതം നയിക്കുവാനും തുടങ്ങി. മർട്ടിനിയൂസ് എന്ന ഒരു സന്യാസിയുടെ ശിഷ്യം സ്വീകരിച്ച് മലഞ്ചെരുവിൽ ഒരു പർണശാലയിൽ താമസമർപ്പിച്ചു. ആത്മപരിത്യാഗവും മൗനവും എളിമയും അനസ്യൂതമായ പ്രാർത്ഥനയും വഴി ദൃശ്യമായ ആ ഗിരിയിൽ നിന്ന് അദൃശ്യനായ ദൈവത്തിലേക്ക് ആത്മാവിനെ ഉയർത്തിക്കൊണ്ടിരുന്നു. ജോണിന് 35 വയസ്സുള്ളപ്പോൾ ഗുരു മരിക്കുകയാൽ വേറൊരു ഗുരുവിന്റെ ശിക്ഷണം സ്വീകരിച്ച് അദ്ദേഹം ടോൾ മൈതാനത്തേക്ക് നീങ്ങി. ശനിയാഴ്ചയും ഞായറാഴ്ചയും മലഞ്ചെരുവിലുള്ള പള്ളിയിൽ പോയി ദിവ്യബലിയിലും മറ്റ് പ്രാർത്ഥനകളിലും ജോൺ പങ്കെടുത്തിരുന്നു. ഭക്ഷണം തുച്ഛമായിരുന്നു. മാംസവും മത്സ്യവും അദ്ദേഹം വർജിച്ചിരുന്നു. വേദപുസ്തകവും സഭാപിതാക്കന്മാരുടെ ഗ്രന്ഥവുമായിരുന്നു അദ്ദേഹത്തിന്റെ പഠന വിഷയം. പർണശാല ജനങ്ങൾക്ക് പരിചിതമായെന്ന് കണ്ടപ്പോൾ അകലെ പാറക്കെട്ടിലുണ്ടായിരുന്ന ഒരു ഗുഹയിൽ പ്രാർത്ഥനയിലും ധ്യാനത്തിലുമാണ് ജോൺ സമയം ചെലവഴിച്ചിരുന്നത്. പലരും ജോണിന്റെ ഉപദേശങ്ങൾ തേടി ആശ്വാസം പ്രാപിച്ചിരുന്നു. അസൂയാലുക്കളായ ചിലർ അദ്ദേഹം നീണ്ട പ്രഭാഷണങ്ങളിൽ സമയം നഷ്ടപ്പെടുത്തുന്നുവെന്ന് ആരോപിച്ചു. ഇത് വെറും ഏഷണിയായിരുന്നുവെങ്കിലും 12 മാസത്തേക്ക് ജോൺ മൗനം അവലംബിച്ചു. ഏഷണിക്കാർ അദ്ദേഹത്തിന്റെ വിനയം കണ്ട് തന്റെ ഉപദേശങ്ങൾ ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ജനങ്ങൾ അദ്ദേഹത്തെ ആധുനിക മോശയായി പരിഗണിക്കാൻ തുടങ്ങി. പർണശാലയിൽ അങ്ങനെ 40 വർഷം താമസിച്ചു. 75-ാമത്തെ വയസ്സിൽ അദ്ദേഹം സീനാമലയിലുള്ള സന്യാസികളുടെ ആപത്തായി തിരഞ്ഞെടുക്കപ്പെട്ടു. അക്കാലത്ത് അനേകരുടെ ആവശ്യപ്രകാരം പരിപൂർണതയെപ്പറ്റി ഒരു ഗ്രന്ഥം എഴുതി. അതാണ് അദ്ദേഹത്തിന്റെ 2ാമത്തെ പേരിന് കാരണമായ ക്ലൈമാക്സ് എന്ന ഗ്രന്ഥം. സ്ഥാനമാനങ്ങൾ വ്യഗ്രചിന്തകളിലേക്ക് മനസ്സിനെ ആനയിക്കുന്നുവെന്ന് കണ്ടപ്പോൾ മരണത്തിന് സ്വല്പം മുമ്പ് അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞു. ധ്യാനനിരതനായി 605 മാർച്ച് 30-ാം തീയതി അദ്ദേഹം ദിവംഗതനായി. ഇന്നേ ദിവസം മിസ്റ്റർ ജോൺ ക്ലിമാക്കസ് പറഞ്ഞ ഒരു വാക്യം വിചിന്തനം ചെയ്യാം. എന്റെ കർത്താവെ, അങ്ങയിൽ നിന്ന് വേർപിരിയുക അസാധ്യമാകത്തക്ക വിധം പ്രാർത്ഥന വഴി അങ്ങയോട് യോജിക്കുകയല്ലാതെ വേറൊന്നും ഭൂമിയിൽ ഞാൻ ഇച്ഛിക്കുന്നില്ല. അന്യർ ധനവും മാനവും നേടിക്കൊള്ളട്ടെ, എനിക്ക് ഒന്നു മാത്രം മതി: വേർപിരിയാൻ പാടില്ലാത്ത വണ്ണം അങ്ങയോട് ഐക്യപ്പെടുക. സൗഭാഗ്യത്തിന്റെയും വിശ്രമത്തിന്റെയും പ്രത്യാശകളെല്ലാം അങ്ങിൽ മാത്രം സമർപ്പിക്കുക. കർത്താവായ ഈശോയെ, മിസ്റ്റർ ജോൺ ക്ലിമാക്കസ് ആഗ്രഹിച്ചതുപോലെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വയം എളിമപ്പെട്ടുകൊണ്ട് അങ്ങയുടെ പാതയിൽ ജീവിക്കുവാൻ ഉള്ള മനസ്സും ധൈര്യവും തരണമേ.